ഡെമ്മി അല്ല, ഇത് തൊമ്മിയാ. ഇത് തൊമ്മിക്കിന് എന്താ പറ്റി? അയ്യോ, ഇവൻ ബെട്ടിൽ പോലിരിക്കുന്ന ബൈക്കേ കയറി ഇളകി പറഞ്ഞു പോയതാ. ഇത് ഈ ചെറുക്കന്റെ സ്ഥിരം പരിപാടി. ഞാൻ എന്നും കാണും 100 പോകുന്നത്. 100 പോയത്, 108 ഇങ്ങോട്ട് വന്നത്. ഇതെന്താ പറ്റിയാടാ ഇത്? ഞാൻ ബൈക്കൊന്ന് പൊക്കിയതാ കേട്ടോ. ബൈക്ക് പൊക്കിയത്. ഇപ്പൊ കൈയും കാലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ചെറുക്കന്റെ അവസ്ഥ. അല്ല, ഇതിപ്പോ എവിടോട്ട് കൊണ്ടുപോവാ? ഡെലിവറിക്ക് കൊണ്ടുപോവാ. ഡെലിവറിക്കോ? പിന്നെ ഓൺലൈനിൽ നിന്ന് വന്ന പൊതുക്കട്ടല്ലേ ഇത്, ഞാൻ ഡെലിവറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യ്, നീ കിടക്കുന്നു. നിന്റെ കേസ് ഷീറ്റ് എവിടെ വെച്ചാ? അത് ഞാൻ അവിടെ മറന്നു വെച്ചു. അത് അവിടെ മറന്നു വെച്ചു. ഞാനത് പോയി എടുത്തോണ്ട് പറഞ്ഞു. ഇനി പോയെടുത്തോണ്ട് വരാം. ഇവിടെ ഇരുന്നോ. അയ്യോ, ഹലോ. അയ്യോ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ ഈ വെച്ചുകെട്ടു ഇതൊക്കെ ഒരു കേസിന് വേണ്ടിട്ടാ. ഞാൻ കണ്ടോ അവളെ ഈ കേസ് കൊടുത്ത് ഞാൻ അവളെ അകത്താക്കും. ഇതൊക്കെ ഇപ്പൊ അങ്ങ് മാറത്തില്ലയോ? എന്റെ ഒരൊറ്റ ഇടി പോലും പാഴായില്ല. എന്റെ മുട്ടിനെ റെസ്റ്റ് കൊടുക്കാതില്ലേ ഞാൻ അവളെ ഇടിച്ചത്. എന്റെ രോമത്തിലൊന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ വിളിക്കാം. ശരി എന്നാ. എന്താടാ ഉടായിപ്പാണല്ലേ? അതെ 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 അതെ. നിന്റെ വായിൽ മാത്രമല്ലേ ഉള്ളൂ ഇനി പ്ലാസ്റ്റർ ഒട്ടിക്കാന്. കൂടുതൽ വളച്ചെടുത്താൽ ഞാൻ ഒട്ടിക്കും. നോക്കിയും കണ്ടിയൊക്കെ വണ്ടി ഓടിക്കണമായിരുന്നു. അല്ല ഇങ്ങനൊക്കെ വരും. ചേച്ചി, ഞാൻ നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ച് ഒരു പട്ടി വട്ടം ചാടിയത് ചേച്ചി. അല്ലേലും നിന്നെ പോലുള്ളവന്മാര് ബൈക്ക് എടുത്ത് റോഡിലോട്ട് ഇറങ്ങിയ പട്ടി ഷോ കാണി. എന്നിട്ട് ഉരുണ്ട് വീണിട്ട് പാവ പട്ടിയുടെ നെഞ്ചത്തോട്ടെടുത്ത് വെക്കുകയും ചെയ്യും. നിനക്ക് വേദന ഉണ്ടോടാ? അതെ, വേദന മാറാനുള്ള കുറച്ച് ഗുളിക ഞാൻ അങ്ങോട്ട് തരാം. വേണോ? എനിക്ക് വേണ്ട. ഞാൻ നേരത്തെ ചേച്ചിനോട് ഒരു ആപ്പിള് പകുതി ചോദിച്ചിട്ട് ചേച്ചി എനിക്ക് തന്നില്ലല്ലോ. ഞാൻ കഴിച്ചതിന്റെ ബാക്കി തന്നെ നീ എന്റെ കെട്ടിയോനല്ലയോ? ഉമ്മാതുണ്ട്. ഈ ഗുളിക എല്ലാം വാരി തന്നിട്ട് എനിക്ക് ഇല്ലാത്ത അസുഖം ഉണ്ടാവും. നിനക്ക് വേണ്ടല്ലോ? എനിക്ക് വേണ്ട, കളഞ്ഞേക്കാം. എന്തോ കാണിച്ചേ? എന്തോ എന്തോ എടുത്ത് സോളിക. സോറി, ഗുളിക പെട്ടെന്ന് പറഞ്ഞപ്പോ ചേർന്ന് പോയതാ. നിങ്ങൾ ഗുളിക എടുത്തെറിഞ്ഞേ? എനിക്ക് വേണ്ടായിരുന്നു. നിങ്ങൾക്ക് വേദന മാറണോ? തിരിച്ച് വീട്ടിൽ പോകണോ? അതിനുവേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗുളിക വേണ്ടെന്ന് പറഞ്ഞ എന്തിനാ? അല്ല, വേണ്ടാത്തോണ്ടാ. എനിക്ക് എത്രയോ പാവം പിടിച്ചോ ഈ ലോകത്ത് മരുന്ന് കിട്ടാതെ കിടന്ന് അലയുന്നു. ഒന്നാമത് ഞാൻ ഇച്ചിരി മരുന്ന് കിട്ടാൻ വേണ്ടി പട്ടാളക്കാർ വീട്ടിൽ കയറി പട്ടിയുടെ കടി കൊള്ളുന്നുണ്ട്. അതൊക്കെ വീടേ. നിങ്ങൾ എന്തിനാ ഗുളിക എടുത്ത് കളഞ്ഞെന്ന് പറ. എനിക്ക് വേണ്ടായിരുന്നു. ഇനി തന്നാലും ഞാൻ എടുത്ത് കളയും. ഇയാൾ എന്തോ ചെയ്യും? എന്താ ചെയ്യുന്നു? ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അറിയോ? ആരോട്? സൂപ്രണ്ടറിനോട്. കംപ്ലൈന്റ് പറയാൻ. ആവശ്യമില്ലാതെ ഇണ്ട വായിക്കടന്ന് ഉരുളുന്നുണ്ട്. വായിക്കടന്നുള്ളത് ഉണ്ടായിരിക്കും, അരിവട്ടായിരിക്കും. ഇതൊക്കെ പറയുന്നത് ഇയാളാണോ? കമ്പൗണ്ടർ. ഉണ്ടാടാ ഇരളിയാണല്ലോ. നിങ്ങൾ എന്താടാ എണ്ണ എടുക്കാൻ വന്നോ അഡ്മിറ്റ് ആകാൻ വന്നാന്ന് ഇവിടെ? ഞാൻ ഒരു കാര്യം പറയാം. നോക്കിയും കണ്ടു എന്നോട് സംസാരിക്കണം. അയ്യോ, നിങ്ങളുടെ ഈ വയ്യാത്ത കൈവച്ചല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നോക്കിയും കണ്ടോ എന്നോട് സംസാരിച്ചോണം കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അസുഖമില്ലല്ലോ. സത്യത്തിൽ എന്റെ ഈ കൈയായിരുന്നു ഒടിഞ്ഞത്. പിന്നെ ഇതേ പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്നത്? ഇത് ഇട്ടപ്പോ ഒരു രസമില്ലായിരുന്നു, അതുകൊണ്ടാണ്. അയ്യോ, രസത്തിന് വേണ്ടിയാ പ്ലാസ്റ്റർ ഇടുന്നത്. മര്യാദയ്ക്ക് പോയി എക്സ്റേ എടുത്തോണം. ഞാൻ എടുക്കത്തില്ല. എന്താ? നിങ്ങളുടെ ഇവിടെ എക്സ്റേക്ക് എത്ര രൂപ മേടിക്കുന്നത്? 200 രൂപ എക്സ്റേയുടെ പൈസ. അയ്യോ, കൊള്ളയില്ല. 200 രൂപ കൊടുത്ത് എക്സ്റേ എടുത്ത് നിങ്ങൾ കളർ ഫോട്ടോ തരുമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ തരുന്നത്? അയ്യോ, കളർ ഫോട്ടോ എടുത്താലേ നിങ്ങളുടെ ഫോട്ടോ ഷൂട്ട് നടക്കുന്നതല്ല. ഗവൺമെന്റ് ആശുപത്രിയാ, അറിയോ? മര്യാദയ്ക്ക് പോയി എക്സ്റേ എടുക്കുക. എന്തിനാ? എന്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോന്ന് അറിയാനാണോ? അയ്യോ, നിന്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ അറിയാൻ വേണ്ടിയല്ല. നിനക്ക് 2 എല്ല് കൂടുതലുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോ. നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാനേ ഒരു സെലിബ്രിറ്റിയാ. അയ്യോ, മേഡം ഏത് സിനിമയ്ക്കകത്ത് അഭിനയിച്ചേ? സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഉടനെ ഒരു വിളി വരും. സീരിയലിൽ നിന്നും? സീരിയലൊന്നുമില്ല. നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊന്നും കാണത്തില്ലയോ? യൂട്യൂബ് ഒക്കെ ഞാൻ കാണാറുണ്ടല്ലോ. ട്രെൻഡിങ് നമ്പർ 1 ആയിരുന്നല്ലോ എന്റെ വീഡിയോ. അതായത് കോടതി വളപ്പി വെച്ച് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കണ്ണിച്ചോരയില്ലാതെ അതിമൃഗീയമായി മുടിക്ക് കുടിച്ചു പിടിച്ച് മാക്ക് മുട്ടനിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല? അതാരാന്ന് വെച്ചാ എന്തായിരുന്നു അത് ഞാനാ. ആ മുട്ട ഈ മുട്ട അതോ ടൈറ്റാനിക് കപ്പലിന്റെ ഫ്രണ്ടാണ് കാണിക്കുന്നത്? എന്തായാലും ടൈറ്റാനിക് ഒടിയുന്ന പോലെ അവിടെ നാട് രണ്ടായിട്ട് അങ്ങ് ഒടിഞ്ഞു. അതെന്തായിരുന്നു പ്രശ്നം? നിങ്ങൾ അടി ഉണ്ടാക്കാൻ പ്രശ്നം എന്തുവായിരുന്നു? അടി എങ്ങനെ ഉണ്ടാക്കാതിരിക്കും? എന്റെ പൊന്നൂസിനെ അവൾ എന്റെ അടുത്ത് നിന്ന് പിരിച്ചു. അയ്യോ, എന്റെ നാത്തൂന് ഞാൻ കോടതി കൊണ്ട് പരാതി കൊടുത്തു. എന്റെ കൂടെ വിടണമെന്നായിരുന്നു വിധി വന്നത്. അവൾ അമ്പിനും വില്ലിനും അടുക്കത്തില്ല. പിന്നെ ഞാൻ അവളെ അടിക്കണ്ടായോ? ഞാനില്ലാതെ അവൾ ഉറങ്ങത്തില്ല. ഞാൻ വാരി കൊടുക്കാൻ അവള് കഴിക്കത്തില്ല. ഈ ഡിസംബർ ആകുമ്പോ അവൾക്ക് 1.5 വയസ്സാവും. എന്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ സമയമായി. 1.5 വയസ്സിന് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോളിയായിരിക്കും. പിന്നെ പേവിഷവാദയുടെ കുത്തിവെപ്പ്. നിങ്ങൾ ഏത് കുട്ടിയുടെ കാര്യം പറഞ്ഞേ? എന്റെ പൊന്നൂസ്, എന്റെ പട്ടിക്കുട്ടി. പട്ടിക്കുട്ടി ഇല്ലയോ? പട്ടിക്കുട്ടിയുടെ പേര് പറഞ്ഞ് കടിപടി കൂട്ടിട്ട് ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി? ഇത് ഗവൺമെന്റ് ആശുപത്രിയാ, അല്ലാതെ മൃഗാശുപത്രി അല്ല. നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകണം. ഞാനിത് ആവശ്യം ഉണ്ടായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇവിടെ കിടക്കുന്ന ആവശ്യമില്ലാതെ? അവളെ അകത്താക്കാൻ. നിങ്ങൾ എന്താ പാമ്പാന്നോ? തവളെ അകത്താക്കാൻ? തവളെ നല്ല പറഞ്ഞത്, അവളെ അകത്താക്കാൻ.
ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ഞാൻ അവളെ അകത്താക്കും. അയ്യോ നിങ്ങൾ മണ്ടത്തരം പറയല്ലേ. അകത്ത് കിടന്നാൽ ചുരുങ്ങത്തില്ല, വീർത്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഫുഡാ ജയിലിൽ, അറിയോ? അയ്യ അതല്ല പറഞ്ഞത്, കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ഞാൻ അവളെ ജയിലിൽ ഇടുമെന്നാ പറഞ്ഞത്. നിങ്ങൾ ജയിലിൽ ഇടുവോ അഴി എണ്ണോ എന്തെങ്കിലും ചെയ്തോ? മര്യാദക്ക് ഇവിടെ ഇറങ്ങി തോന്നുന്നു. ആവശ്യമില്ലാതെ ഇവിടെ കിടക്കില്ല, ഇവിടെ സ്ഥലമില്ല. ആവശ്യമില്ലാതെ ഇയാൾ എന്നോട് ചൂടാവരുത്. എന്ത്? ഇയാൾക്ക് ചൂടാവണമെങ്കിൽ ഇയാളുടെ വീട്ടിൽ പോയി പെണ്ണുമ്പിള്ളയോട് ചൂടായാൽ മതി. ആട് കിടക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എന്താ ഇത്ര നാളായിട്ട് കല്യാണം കഴിക്കാത്തത്? അത് ഞാൻ ഒരുപാട് പെണ്ണ് കണ്ട് നടന്നതായിരുന്നു. അവിടെ ചെല്ലുമ്പോഴല്ലേ അവര് പറഞ്ഞത് അറിയാമോ, സർക്കാർ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പെണ്ണ് തരത്തുള്ളൂ. ഇപ്പൊ സർക്കാർ ജോലി ഉണ്ടല്ലോ, പിന്നെന്താ? ഇപ്പൊ സർക്കാർ ജോലി കിട്ടിക്കഴിയുമ്പോ 4 വാരിക്കൂടെ ആലോചന വരുവാ. ഞാനത് ഏത് അവളുമാരെ കല്യാണം കഴിക്കും? ഒറ്റോർണത്തിനെ വിശ്വസിക്കരുത്. തന്റെ പെൻഷൻ പറ്റി ജീവിക്കാനുള്ള അടവാത്. അങ്ങനെ എന്റെ പെൻഷൻ പറ്റി ആരും ജീവിക്കണ്ട. ഞാൻ കല്യാണം കൊണ്ട് കഴിക്കത്തുമില്ല. അപ്പം തന്നെ ആര് നോക്കും? എന്നെ എന്റെ ചാച്ചൻ നോക്കും. അപ്പൊ ചാച്ചനെ ആര് നോക്കും? ഞാൻ നോക്കും. അങ്ങനെ എത്ര നാൾ നോക്കും? ചാച്ചൻ 3 പേരെ നോക്കും. ചേട്ടാ ഇയാൾക്കൊരു തലമുറ ഒന്നും വേണ്ടായോ? തലമുറയോ? ഇവനെ പോലെ ഉള്ളമാരില്ലേ എനിക്ക് വേണ്ട. ചേട്ടാ എന്തുവാടാ? എന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കിടത്തി ചേട്ടാ. ഇവനെന്ന് കടത്തണം. നിങ്ങൾ മാറിക്ക്, വേറെ ബെഡില്ലെന്ന്. അത്ര നിർബന്ധമാണെങ്കിൽ ഇയാൾ 2-3 ബെഡ് ഇവിടെ എല്ലാം മേടിച്ച് അങ്ങോട്ട് ഇട. അങ്ങനെ ബെഡ് വാങ്ങിച്ചിടാൻ എന്റെ കുടുംബ വീടല്ലത്. നിങ്ങൾ മാറി കൊടുക്കും. ബെഡില്ല, വേറെ ബെഡില്ല. ഈ ചെറുക്കനെ കടത്തണമെന്ന്. എന്തിനാ ബെഡ്? 2 ബെഡിനുള്ള പഞ്ഞി അവന്റെ ദേഹത്ത് തന്നെ ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞു മാറി തന്നെയെന്ന്. ആര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഈ ബെഡി മാറത്തില്ല, എനിക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ട്, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. നിങ്ങൾ മാറാനാ പറഞ്ഞത്. ആഹാ മാറത്തില്ലെന്ന് പറഞ്ഞാൽ മാറത്തില്ല. നിങ്ങൾ മാറത്തില്ലയോ? മാറത്തില്ലയോ? എന്റെ തനി സ്വഭാവം അറിയും. അവന് സ്കൂട്ടർ ഒരുപോലെ ഇരിക്കാം, മൊത്തം കമ്പിയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കും. നിങ്ങൾ മാറത്തില്ലയോ? ഇല്ല മാറത്തില്ല. നിങ്ങളെ മാറ്റാനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്. ഞാനാണെങ്കിൽ മാറ്റി തരും. നിങ്ങൾ ഇവിടെ മാറാനാ പറഞ്ഞത്. മാറത്തില്ലെന്ന് ഒരു തവണ പറഞ്ഞില്ലോടൂ. നിങ്ങൾ മാറത്തില്ലയോ? മാറത്തില്ല. മാറത്തില്ലയോ? മാറത്തില്ല. യശോദേ, എന്തോടാ കാണിക്കുന്നത്? എന്തോടാ കാണിക്കുന്നത്? ഒരു പെണ്ണ് കിടക്കുമ്പോ താൻ എന്തോടാ കാണിക്കുന്നത്? കിടക്കത്തില്ല. നിങ്ങൾ എഴുതിപ്പിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിപ്പിക്കും. ഞാൻ അത്ര മിടുക്കനാ. ശരി ഞാൻ എഴുന്നേറ്റു. പക്ഷെ തന്നെ കിടത്താനുള്ള വിദ്യ എനിക്കറിയാം. എങ്ങനെ? എഴുന്നേക്കടോ ഇങ്ങോട്ട്. കോടതി വളപ്പല്ല ഇത്. കോടതി വളപ്പല്ലെങ്കിൽ എനിക്ക് ഈ വളപ്പ് മതി. ഞാനൊന്ന് കിടക്കട്ടെ. മുമ്പ് എടുത്തെറിഞ്ഞ് ഗുളിക ഉണ്ടോ വേദനയുടെ? എന്തിനാ? എന്റെ വായിലോട്ട് എടുത്തിട്ട് തരാമോ? എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു ചേച്ചി.